ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെൽബൺ കേരള കഫേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നെയ് പായസമാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പം നമ്മുടെ ഓണക്കാലത്ത് മറ്റുള്ള പായസങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമുക്കൊരു നെയ് പായസം കൂടെ ഉണ്ടാക്കാം. കണ്ടു നോക്കാം വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായിട്ടുള്ള നെയ് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പായസം ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പായസത്തിൻ്റെ അരി കിട്ടുമല്ലോ, അത് 1 കപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഏകദേശം ഒരു 1/4 മണിക്കൂർ ഇതൊന്ന് കുതിരാനിടാം. നമ്മൾ കുതിർത്തെടുത്ത അരി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2.5 ഗ്ലാസ് മെഷറിംഗ് കപ്പിന് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊരു 2 വിസിൽ കേൾപ്പിച്ചതൊന്ന് വേവിച്ചെടുക്കാം. അരി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. 350 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മധുരം കൂടുതൽ വേണമെങ്കിൽ അത് 400 ഗ്രാം ആക്കാം. 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇവിടെ ഇരുന്ന് തിളച്ച് നന്നായിട്ട് ഉരുകി വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. അരി നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്ത് 2 വിസിൽ കഴിഞ്ഞപ്പം കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇനി അരി വേകുമ്പോൾ അങ്ങ് വെന്ത് പോകത്തില്ല. അങ്ങനെ ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. കണ്ടോ, അരിയായിട്ട് നമുക്കിങ്ങനെ കയ്യിൽ എടുക്കാൻ കിട്ടണം. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ മറ്റൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാകുമ്പം അതിലേക്ക് ഞാനൊരു 80 മില്ലി നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണേ. അതായത് ഇത് 1/3 കപ്പിൻ്റെ അളവിൽ പറഞ്ഞാലേ. നെയ്യ് നമ്മുടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അരി, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് വെള്ളമൊന്നും ഇല്ലാത്ത അരിയാണ് കേട്ടോ. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി വേവിച്ച് വെച്ച അരി നമ്മൾ ഒഴിച്ചു കൊടുത്ത് നെയ്ക്കകത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇതിനകത്തൊട്ടും വെള്ളമില്ല, പക്ഷെ എന്നാലും നന്നായിട്ട് ഒന്നുകൂടെ വരട്ടി നന്നായിട്ട് തോർത്തിയെടുക്കണം. അപ്പം നമുക്ക് അങ്ങനെയൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ചോറ് നമ്മൾ ആ നെയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ശർക്കരപ്പാനി അരിച്ചിട്ടേ ഒഴിക്കാവുള്ളൂ, അല്ലെ അതിനകത്ത് കല്ലോ മണ്ണോ എന്തെങ്കിലും പൊടിയൊക്കെ കാണും. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കണം. ചോറൊന്നും കട്ട കെട്ടാതെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം തീയിലിട്ട് ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ല അടുക്കി പിടിക്കും. എന്നിട്ട് നന്നായിട്ട് ഇടയ്ക്ക് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ട് ഇരുന്ന് ഇത് നമുക്ക് നന്നായിട്ട് കുറുക്കി പറ്റിച്ചെടുക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി തുടങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നല്ലതായിട്ട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിച്ച് പോവും. നന്നായിട്ട് കുറുകി ഇതിൻ്റെ നെയ്യ് തെളിഞ്ഞ് വരുന്നതാണ് ഈ പായസം ആകുന്നതിൻ്റെ പാകം കേട്ടോ. പായസം കുറുകി വരുന്ന സമയം കൊണ്ട് ഒരു 4 വരി പാട്ട്. മുന്തിരിത്തോപ്പിനെയും സോളമനെയും സോഫിയായെയും നമ്മൾ ആരും മറന്നിട്ടില്ല. ജോൺസൺ മാഷിൻ്റെ മനോഹരമായ സംഗീതത്തിൽ ഉണ്ടായ മനോഹരമായ ഒരു പാട്ടിൻ്റെ ചെറിയൊരു ഭാഗം. തളിർച്ചോടിയില്ലേ കതിർപ്പാൽ മണികൾ കനമാർന്നതില്ലേ മതഗോചനമാർന്നിടപ്രാക്കളില്ലേ മാതളങ്ങൾ തളിർച്ചോടിയില്ലേ കതിർപ്പാൽ മണികൾ കനമാർന്നതില്ലേ മതഗോചനമാർന്നിടപ്രാക്കളില്ലേ
കുളിർച്ചോടി വരാം. പവിഴം പോൽ പവിഴാതരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. വീണ്ടും നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നാട്ടിലൊക്കെയാണെങ്കിൽ ഇത് വലിയ ഓട്ടുരുളിക്കകത്തൊക്കെ ഇട്ട് അല്ലേ നന്നായിട്ട് ഇളക്കിയെടുക്കും. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ എനിക്ക് അങ്ങനെ ഉരുളിയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തു. അപ്പോൾ നമുക്ക് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ കണ്ടോ ഏകദേശം നല്ല കുറുകി വരുന്നുണ്ട്. ഇതിൻ്റെ നെയ്യ് അങ്ങോട്ട് തെളിഞ്ഞ് വരണം കേട്ടോ, അതാണ് പാകം. അപ്പോൾ ഇനി നമുക്കിവിടെ നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. 1 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയോട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച്. നമ്മൾ ആ പൊടികളും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കുറച്ച് നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നെയ്യ് നമ്മൾ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. വേണ്ടവർക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പം കുറച്ച് നെയ്ക്കകത്ത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്ക്കകത്ത് തേങ്ങാക്കൊത്തും മുന്തിരിങ്ങായും ഞാൻ വറുത്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ നെയ്യും കൂടി ഇതിനകത്തോട്ട് ഇപ്പം വീണോളൂ. ഇനിയിപ്പം നമ്മൾ ഈ വറുത്ത് ഇട്ടതും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം വറുത്തത് നമ്മൾ കുറച്ച് നെയ്ക്കകത്താണല്ലോ, അപ്പോൾ ആ നെയ്യും കൂടെ ചേർന്നപ്പം ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് ആകും. ഈ പായസം സാധാരണ ഉണ്ടല്ലോ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ ഈ പ്രസാദം വഴിപാട് പോലെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പായസമാണിത്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ പ്രധാന ചേരുവകൾ നെയ്യും ശർക്കരയും ഒക്കെയാണ്. അപ്പം നമുക്ക് അത്രയും നെയ്യൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പം അത് കുറച്ചിട്ടുള്ള ഒരു ടേസ്റ്റിന് വ്യത്യാസം നമുക്ക് വരും. എങ്കിലും നമുക്ക് ഏകദേശം അതേ ടേസ്റ്റോടുകൂടി തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് നെയ്യ് കുറച്ചല്ലേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ പായസം ഇപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല മധുരവും നെയ്യുടെ നല്ല മണവും രുചിയുമുള്ള പായസം റെഡിയായി. ഈ പായസത്തിന് ചില സ്ഥലങ്ങളിൽ നെയ്പായസം എന്നും കടും പായസം എന്നും പറയാറുണ്ട്. നമുക്ക് ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇങ്ങനെ ഒരു വ്യത്യാസമായ പായസം കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻസിലൂടെ എന്നെ അറിയിക്കുക. പുതിയ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Sprinkling a pinch of love in your cooking and life. Thank you for watching. Take care. Bye-bye.